ഹലോ, വെൽക്കം ടു അവർ വ്ളോഗ്സ്. ഡേ ഇന്നുണ്ടല്ലോ എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ എല്ലാ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു സംഭവമാണ്. റെഗുലർ ആയിട്ട് എല്ലാ പ്രാവശ്യവും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ അന്ന് ഒരു കേക്കും എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊണ്ട് ആളെ സർപ്രൈസ് ആയിട്ട് ആളുടെ അടുത്തേക്ക് ചെല്ലാന്നുള്ളതായിരുന്നു പരിപാടി. പക്ഷെ സർപ്രൈസ് എന്ന് പറയാനായിട്ട് പുള്ളിക്ക് ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന സംഭവം ഓർമ്മ പോലും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം അല്ലാട്ടോ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറയുന്നത്. എന്നാലും ആ ടൈമിലുള്ള പുള്ളിയുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്കാട്ടോ കൂടുതൽ സന്തോഷം. അപ്പൊ ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വെച്ചാൽ ഒട്ടും പൈസ ചെലവാകാനും പാടില്ല എന്നതായിരുന്നു എന്റെ ടാർഗറ്റ്. പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പുള്ളിക്ക് എന്നെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് എന്തോ ഒരു ബോറായിട്ട് തോന്നുന്നു ഇപ്രാവശ്യം. എന്റെ ചിന്താഗതികൾ പലപ്പോഴും പലതായിരിക്കും കേട്ടോ, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ പിന്നെ എന്തായാലും സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ സൺഡേ ആയിരുന്നു. അപ്പൊ ഇന്നലെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത്. ഇന്നലത്തെ സംഭവമാണ്. അപ്പൊ സൺഡേ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നട തുറന്ന ദിവസമായിരുന്നു കേട്ടോ. ഈ അമ്പലത്തില് നമ്മുടെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ചയും പിന്നെ 2-3 മറ്റ് പ്രധാന ദിവസങ്ങളിലും മാത്രം നട തുറക്കുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാ ദിവസവും അമ്പലം നട തുറക്കില്ല. അപ്പൊ അത് കാരണം കൊണ്ട് പരമാവധി പറ്റണ എല്ലാ പ്രാവശ്യവും നമ്മൾ പോവാറുണ്ട്. അപ്പൊ ഇന്ന് ബർത്ത്ഡേയും കൂടെയാണ്. അപ്പൊ അതിനും കൂടെ പോയി തിരിച്ചു വന്നു. അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ പുതുത് വെച്ചേക്കണം. ഇതിന്റെ പേര് തലാത്തയാന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ 3 മേടിച്ചുള്ളൂ. ഇതിങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞതേ നമ്മൾ തിരിച്ചു വന്നപ്പോ കണ്ണൻ അവിടെ നിന്നു കേട്ടോ. കാരണം പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ണൻ പായസം മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കണ്ണൻ അവിടെ നിന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ കുട്ടീസിന് ക്ലാസ് ഇല്ലാത്ത കാരണം ഇത്തിരി വൈകിയാട്ടോ എഴുന്നേറ്റ്. എന്നിട്ട് പിന്നെ ദേ ഒരു സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 3-4 കഷ്ടി ഒരു 4 ഐറ്റം ഞാൻ ഒപ്പിച്ചു ആ നേരം കൊണ്ട്. ഇത് കഴിഞ്ഞിട്ടാട്ടോ അമ്പലത്തിൽ പോയത്. കാരണം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നും നടക്കൂല. അങ്ങനെ ദേ തിരിച്ചു വന്നത് ദോശയാട്ടോ ഉണ്ടാക്കി. പായസം നമ്മള് വീട്ടിലുണ്ടാക്കിയില്ല. എന്തായാലും അമ്പലത്തിൽ നിന്ന് പായസം കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ വേറെ പായസമായിട്ട് ഉണ്ടാക്കിയില്ല. അപ്പോഴേക്കും നമ്മുടെ കണ്ണൻ പായസവും മേടിച്ച് ക്ഷീണിച്ച് വന്നു. ആകെ 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. രാവിലെ ഇപ്രാവശ്യം ഒന്നും ബർത്ത്ഡേ എന്ന് പറയാനങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഒന്നാമത് പുള്ളിക്ക് അതിനൊന്നും വലിയ താല്പര്യം ഇല്ല. പിന്നെ കേക്ക് മുറിക്കാന്ന് പറയണതിനൊന്നും വലിയ താല്പര്യം ഒന്നും കൊടുക്കാത്ത ആളാണ്. അപ്പൊ ഇന്ന് ഞാൻ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വിട്ട കാരണം കൊണ്ടാന്ന് തോന്നുന്നു 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ള ആള് 10 മണിയാവുമ്പഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ഉച്ചയായി. അപ്പൊ വേറെ ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇല എടുത്ത കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ പറഞ്ഞപ്പോ എന്റെ കുട്ടി സച്ചു പറഞ്ഞു ഇലയിലാണെന്നുണ്ടെങ്കിൽ തന്നെ കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം കൊണ്ട് ഇല എടുത്തതാട്ടോ, അല്ലാണ്ട് ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ഇല എടുത്തതൊന്നല്ല. അപ്പൊ വാരി കൊടുക്കണ്ടല്ലോ, അവർ തന്നെ കഴിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇലയൊക്കെ എല്ലാവർക്കും വെച്ച് നമ്മൾ ചോറിനാൻ പോകട്ടെ. അപ്പൊ വലിയ ഐറ്റം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. സാമ്പാർ, എരിശ്ശേരി, അവിയല്, പിന്നെ ഒരു ക്യാബേജ് തോരൻ, അത്രേ ഉള്ളൂ. പിന്നെ ആ തിരക്കിന്റെ ഇടയിൽ ഞാൻ അച്ചാറും ഇതൊക്കെ എടുക്കാൻ മറന്നുപോയി. അതൊക്കെ അച്ചാറൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ എന്ന് സ്റ്റോക്ക് ഉണ്ടാവുന്ന സംഭവമാണ്. കുട്ടീസിനെയും കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തു പോകുന്നുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ച നമ്മുടെ കട 4 മണിയാകുമ്പോഴേക്കും ചേട്ടൻ വരും. പിന്നെ അവിടെ സ്റ്റാഫ് നോക്കിക്കോളൂല്ലോ. അപ്പോ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. പിന്നെ കേക്ക് മുറിക്കലിനോടുള്ള ചോദിച്ചപ്പോ ചേട്ടന് ഒട്ടും താല്പര്യമില്ല. പിന്നെ എനിക്കും കേക്ക് മുറിക്കാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നില്ല. എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേ ആകുമ്പോൾ ഒരു കേക്ക് കൊണ്ടുപോയി മുറിച്ച് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത് എനിക്ക് മടുത്ത്. അപ്പൊ പിന്നെ പിള്ളേർക്ക് ഇപ്പൊ കേക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ കേക്ക് മേടിക്കല് തീരുമാനമായില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും പുറത്തുനിന്ന് പോയി ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് മേടിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സിറ്റുവേഷനും ആയിപ്പോയി ഈ പ്രാവശ്യം. എന്താണെന്നറിയില്ല, എല്ലാ പ്രാവശ്യവും ഞാൻ എന്തെങ്കിലും മേടിച്ചു വെക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഒന്ന് പുറത്തു പോകാൻ പോലും പറ്റിയില്ല. എന്തോ ഒരു കഷ്ടകാലം. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ റെഡിയായി ഒന്ന് സിനിമയ്ക്ക് പോവാട്ടോ. അപ്പൊ സിനിമയ്ക്കെങ്കിലും പോവാന്ന് വിചാരിച്ചു. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് സർപ്രൈസും ഇല്ല, കേക്കും ഇല്ല. ആ സിനിമ അച്ഛൻ തന്നെ ബുക്ക് ചെയ്തല്ലേ. നിങ്ങക്ക് സങ്കടം ഉണ്ടോന്ന് സർപ്രൈസ് തരാത്തതില്? എന്നാലും ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒന്നുമില്ലല്ലോ. ചെറിയൊരു സങ്കടം. സ്ഥിരായിട്ട് ചെയ്തിട്ട് ചെയ്യണ്ടായിട്ടൊന്നും തോന്നല്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം
ഇപ്പൊ മറ്റേ വീഡിയോ അച്ഛന്റെ മനസ്സില് നമ്മളെ ഒന്നും ആക്കുമ്പോ എന്തായാലോ അന്നാലൊക്കെ സങ്കടം ഒന്നുമില്ല, ചെറിയൊരു വിഷമം. കരയിപ്പിക്കല്ലേ മക്കളെ അച്ഛനെ, പാവച്ചൻ. കാര്യമായിട്ട് നിങ്ങക്ക് എന്തെങ്കിലും ഒരു സങ്കടം ചെറിയ രീതിയിൽ കഴിയണ്ടാവും. അതെന്താ എന്താ? പോണ വഴിക്ക് ഫുഡ് കഴിച്ചിട്ടാട്ടോ പോയത്. കാരണം 7:45 ഷോ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ സത്യം പറയട്ടെ, നമ്മൾ ആദ്യമായിട്ടാണ് സിനിമയുടെ പേര് പോലും നോക്കാണ്ട് സിനിമയ്ക്ക് ബുക്ക് ചെയ്തത്. ഇപ്രാവശ്യം എവിടേക്കെങ്കിലും പോവാ, അങ്ങനെ സിനിമയ്ക്ക് പോവാന്നുള്ള പ്ലാനിങ്ങിൽ ബുക്ക് ചെയ്തു. സിനിമ എങ്ങനെയുണ്ടെന്നോ അഭിപ്രായം ഒന്നും ആരോടും ചോദിച്ചൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ പോയത് വിലായത്ത് ബുദ്ധ എന്ന സിനിമയ്ക്കാട്ടോ. പക്ഷെ സത്യത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പുള്ളിക്ക് ഇഷ്ടാവോ, അതോ അല്ലെങ്കിൽ ഇനി നമ്മളിപ്പോ എന്ത് സർപ്രൈസ് ആർക്ക് എന്ത് ചെയ്താലും അവർക്ക് എങ്ങനെയാണ് തോന്നണേന്ന് നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പോ അവർക്കത് മോശക്കേടായിട്ട് തോന്നിയാലോ എന്നുള്ള ടെൻഷനിലായിരുന്നു. സംഭവം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമ തിയേറ്ററിലെ സ്ക്രീനില് ഇന്റർവെൽ ടൈമിൽ വരുന്ന ഒരു പരസ്യം പോലെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ വിഷ് പറഞ്ഞ് ചേർന്ന ഒരു ഫോട്ടോ വെച്ച് സ്ക്രീനിൽ വരുന്നതാണ്. അപ്പൊ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. മറ്റു കുറെ പേര് ഇരിക്കുന്ന സ്ഥലമല്ലേ, അപ്പൊ ആൾക്കത് ഇഷ്ടാവോ എന്നുള്ള ടെൻഷനായി. പക്ഷെ പുള്ളിക്ക് ഭയങ്കര എന്താ പറയാ, പുള്ളിക്ക് മനസ്സിലായില്ല സത്യത്തിൽ ഇത് എങ്ങനെ വന്നേന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തതാന്ന് പറഞ്ഞപ്പോ പുള്ളി പോയി. എന്തായാലും കുട്ടീസിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല എല്ലാവരും ഭയങ്കര ഹാപ്പി. അപ്പൊ ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താട്ടോ. അപ്പൊ ഇത്ര ഉള്ളതൊക്കെ ബൈ.